എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LG ഇൻവെർട്ടർ AC-യുടെ ഇൻഡോർ യൂണിറ്റ് PCB ആണ്. CH10 എന്നുള്ള ഒരു എററുമായിട്ടാണ് ഈ ഒരു ബോർഡ് റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. CH10 എന്ന് വരുന്ന എറർ എന്ന് പറയുന്നത് ഇൻഡോർ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യാതെ വരുന്ന സമയത്താണ് CH10 എന്നുള്ള എറർ വരുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇതിൻ്റെ ഇൻഡോർ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് പവർ കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ പവറിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്വിച്ച്, ഇവിടെ മോട്ടർ, സെൻസർ കാര്യങ്ങൾ, ഡിസ്പ്ലേ, സ്വിച്ച് എല്ലാത്തിനെയും കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് ഓൺ ആവാറുള്ളൂ. പവർ ഓൺ ആയിട്ടുണ്ട്. എറർ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൽ 22 എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡോർ ബ്ലോവർ മോട്ടർ കറങ്ങണം. ഇത് കറങ്ങുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ആ എറർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് CH10 എന്നുള്ള എറർ വന്നിട്ടുണ്ട്. ഈ മോട്ടർ എന്തുകൊണ്ടാണ് കറങ്ങാത്തതെന്നാണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മോട്ടറിൽ മൊത്തം 5 കണക്ഷൻ ഉണ്ട്. ഈ 5 കണക്ഷൻ എന്ന് പറയുന്നത് ഈ റെഡ് വയർ എന്ന് പറയുന്നത് മെയിൻ DC വോൾട്ടാണ്. അതായത് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് വരുന്ന 320 വോൾട്ടാണ് ഈ ഒരു റെഡ് വയർ എന്ന് പറയുന്നത്. ബ്ലാക്ക് വയർ എന്ന് പറയുന്നത് ഇതിൽ ഗ്രൗണ്ട് വയറിനെയാണ് ബ്ലാക്ക് വയർ എന്ന് പറയുന്നത്. ഇതിൽ ഈ വൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഈ DC മോട്ടറിനകത്ത് വരുന്ന IPM-നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ 15 വോൾട്ട് ഈ ഒരു വൈറ്റ് വയറിൽ കൂടെ വരും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ബ്ലൂ വയറാണ്. ഈ ബ്ലൂ വയർ എന്ന് പറയുന്നത് ഈ മോട്ടറിൻ്റെ റൊട്ടേഷൻ ഫീഡ്ബാക്ക്, അതായത് അത് കറങ്ങുന്നതിൻ്റെ ഫീഡ്ബാക്ക് വരുന്നത് ഈ ഒരു ബ്ലൂ കളർ വയർ കൂടെയാണ്. പിന്നെ വരുന്നത് യെല്ലോ എന്ന് പറയുന്നത് ഇത് RPM കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വരുന്നത്. ഇതിൽ നമുക്ക് 0 to 6 വോൾട്ട് വരെ ഇതിനകത്ത് വരും. ഫീഡ്ബാക്കിനകത്ത് ഒരു 10 വോൾട്ട് വരെ വരും. ഈ വൈറ്റ് വയറിൽ നമുക്കിവിടെ 15 വോൾട്ട്, ഈ റെഡ് വയറിൽ. അപ്പോൾ ഇത്രയും വോൾട്ടേജ് ഈ ഇതിനകത്തുനിന്ന് ഈ ഒരു കണക്ടറിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ 5 കണക്ഷനാണ് നമ്മുടെ ബ്ലോവർ മോട്ടറിലോട്ട് പോകുന്നത്. ഇത് പോസിറ്റീവ് 320 വോൾട്ട് ഗ്രൗണ്ട്, ഈ മെയിൻ ഫിൽട്ടർ ക്യാപ്പിൻ്റെ ഗ്രൗണ്ടാണ് നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 15 വോൾട്ട്, അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക്, അത് കഴിഞ്ഞ് മോട്ടറിൻ്റെ RPM കൺട്രോളർ. ഇങ്ങനെ 5 കണക്ഷനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 3 ഒപ്റ്റോ കപ്ലർ ഉണ്ടാവും. ഈ ആദ്യത്തെ ഈ ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒപ്റ്റോ കപ്ലർ. രണ്ടാമത്തെ ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത് ഇതിൻ്റെ 15 വോൾട്ട് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ 15 വോൾട്ട് വരത്തില്ല. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒപ്റ്റോ കപ്ലറിൽ മെയിൻ IC ഈ ഒരു ട്രാൻസിസ്റ്ററിന് എനേബിൾ സിഗ്നൽ കൊടുക്കും. ഈ ഒരു ഒപ്റ്റോ കപ്ലറിന് എനേബിൾ സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ബേസിൽ നെഗറ്റീവ് പൊളാരിറ്റി വരും. നെഗറ്റീവ് പൊളാരിറ്റി വന്ന ഉടനെ ഇത് ഈ 15 വോൾട്ട് ഇവിടെ നിന്ന് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലോട്ട് കടത്തിവിട്ട് ഇവിടെ 15 വോൾട്ട് വരും. അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക്. ഈ മോട്ടറിൻ്റെ ഫീഡ്ബാക്ക് ഇവിടെ നിന്ന് നേരെ ഈ ഒപ്റ്റോ കപ്ലർ വഴി നമ്മുടെ ഈ മെയിൻ IC-യിലോട്ട് ചെല്ലും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എല്ലാ വോൾട്ടേജും കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കൃത്യമായിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫാൻ മോട്ടർ റീപ്ലേസ് ചെയ്ത് വേറെ ഫാൻ മോട്ടർ കണക്ഷൻ കൊടുത്ത് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊന്ന് പവർ ഓൺ ചെയ്യാണ്. പവർ ഓൺ ചെയ്തിട്ട് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടുക. അത് മെയിൻ വോൾട്ടേജായ 320 വോൾട്ട് ഇവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 320 വോൾട്ട് വരുന്നുണ്ട്. 303 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് ഗ്രൗണ്ടാണ്, ഇവിടെ വോൾട്ടേജ് ഒന്നും വരില്ല. അത് കഴിഞ്ഞ് വരുന്നത് 15 വോൾട്ടാണ്. 15 വോൾട്ട് വരേണ്ടടുത്ത് 0 ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്കിൻ്റെ അവിടെ 0 ആണ് വന്നിരിക്കുന്നത്. സ്പീഡ് കൺട്രോളിൻ്റെ അവിടെയും 0 ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ 15 വോൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി 2 വോൾട്ടും നമുക്കിവിടെ പ്രസൻ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ 15 വോൾട്ട് വരുന്നില്ല.
15 വോൾട്ട് സ്വിച്ച് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ ബേസിൽ നെഗറ്റീവ് വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മൾട്ടിമീറ്റർ നമ്മളിപ്പോൾ ബീപ്പ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗേറ്റിൽ വെച്ചിട്ട് ഈ രണ്ടാമത്തെ ഒപ്റ്റോ കപ്ലറിൻ്റെ 4ാമത്തെ പിന്നിൽ വയ്ക്കുമ്പോഴത്തേക്കും അവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഒപ്റ്റോ കപ്ലർ എനേബിൾ ആകുന്നുണ്ടോ, ഡിസേബിൾ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിട്ടിട്ട് ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പൊളാരിറ്റിയിൽ നമ്മൾ ഈ നെഗറ്റീവ് പ്രോബ് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഒപ്റ്റോ കപ്ലറിൻ്റെ 4ാമത്തെ പിന്നിൽ പോസിറ്റീവ് പ്രോബും വയ്ക്കുക. അതിന് ശേഷം പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 1.6 വോൾട്ട് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ നമുക്ക് 2 വോൾട്ട് വരും, 2.3 വോൾട്ട് വരുന്നത്. നമുക്ക് ഇവിടെ പവർ എനേബിൾ ആയിക്കഴിഞ്ഞാൽ ഇവിടെ 0 വോൾട്ടായിരിക്കും വരുന്നത്. കാര്യം നെഗറ്റീവ് ആണ് ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഗേറ്റിൽ വരേണ്ടത്. ഉണ്ടോ? ഇപ്പോൾ അത് എനേബിൾ ആയപ്പോഴത്തേക്കും അവിടെ നമുക്ക് ആ ഒരു ഒപ്റ്റോ കപ്ലർ എനേബിൾ ആയപ്പോഴത്തേക്കും അവിടെ നമുക്ക് നെഗറ്റീവ് വോൾട്ടേജ് വന്നു. നെഗറ്റീവ് വോൾട്ടേജ് വന്നപ്പോഴത്തേക്കും നമുക്കിവിടെ 0 ആയി. ഇനി നമ്മളിത് ഓഫ് ചെയ്യാൻ നേരത്ത് തിരിച്ച് അതേ വോൾട്ടേജ് ബ്ലോവർ മോട്ടർ ഓഫ് ആകുമ്പോഴത്തേക്കും ആ ഒരു വോൾട്ടേജ് ഇവിടെ വരും. തിരിച്ച് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് 0 ആവണം. 0 ആയി. അതായത് ഈ ഒരു ഒപ്റ്റോ കപ്ലർ കറക്റ്റായിട്ട് സ്വിച്ചിങ് നടത്തുന്നുണ്ട്, എനേബിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ട്രാൻസിസ്റ്റർ നമുക്കിവിടെ നിന്ന് 15 വോൾട്ട്, അതായത് ഈ ഒരു 15 വോൾട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് 14.9 കിട്ടുന്നുണ്ട്. ആ 14.9 ഇവിടെ വരണം. ഇതിൻ്റെ ഡ്രെയിനിൽ വരുന്നില്ല. ഇതിൻ്റെ 4ാമത്തെ പിന്നിൽ നമുക്കിവിടെ 0 വോൾട്ട് നെഗറ്റീവ് വോൾട്ട് ഇവിടെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ട്രാൻസിസ്റ്ററിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ SMD മാർക്കിംഗ് കോഡ് എന്ന് പറയുന്നത് PS എന്നാണ്. ഓക്കെ, അവിടെ നിന്ന് ആ ഒരു SMD ട്രാൻസിസ്റ്റർ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ SMD ട്രാൻസിസ്റ്റർ. ഞാനിവിടെ വെക്കുകയാണ്. ഇനി സെയിം നമുക്ക് വേറൊരു എസിയുടെ ബോർഡാണ്, LGയുടെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമുക്കൊരു 3 ഈ PS കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ഇത് വാങ്ങിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതേണക്കുള്ള സ്പെയർ ബോർഡുകളിൽ നിന്ന് നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ ഇളക്കി വെച്ചിരിക്കുന്ന ഒരു PSൻ്റെ SMD ട്രാൻസിസ്റ്ററാണ് ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, സപ്ലൈ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാനത് പവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓൺ ആവുന്നത് വരെ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലോവർ മോട്ടർ സ്പിന്നായി. കണ്ടോ, സ്പിന്നും ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു 15 വോൾട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടുത്തെ 3ാമത്തെ പിന്നിൽ നമുക്ക് 13.9 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ 7 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2.9 വരുന്നുണ്ട്. ഈ 2.9 ഇൻക്രീസ് ആകുന്തോറും അതിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യും. അത് ഡിക്രീസ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡ് കുറയുകയും ചെയ്യും. ഈ 7 എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്കാണ്, മോട്ടർ സ്പിന്നിങ് ചെയ്യുന്നതിൻ്റെ ഫീഡ്ബാക്ക്. ഇപ്പോൾ ഇവിടെ 13 വോൾട്ട്.
ഇനി നമുക്ക് എറർ വരേണ്ടത് CH05 എന്നുള്ള കമ്മ്യൂണിക്കേഷൻ എററാണ് വരേണ്ടത്. ഇൻഡോർ ബ്ലോവർ മോട്ടർ ഓഫ് ആവുകയും നമ്മുടെ ഡിസ്പ്ലേയിൽ CH05 എന്നുള്ള എറർ ഷോ ആവുകയും ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ എറർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് സക്സസ്ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.